തനിക്കെതിരെ നിൽക്കുന്ന സീതയെ ഒതുക്കാൻ കിട്ടുന്ന ഒരവസരവും മതികല പാഴാക്കുന്നില്ല. അതിന്റെ ഫലമായി ബാലൻ സീതയെ അടിക്കുന്നു. ഇന്ന് ബാലേട്ടൻ ഒരു ചെറിയ തല്ല് തന്നതല്ലേ ഉള്ളൂ, നാളെ അടിച്ചു പുറത്താക്കും. രവിയേട്ടൻ ഒന്നുകൊണ്ട് തളരണ്ട. കാശിനോട് മതികല എരിതീയിൽ എണ്ണ ഒഴിക്കുമ്പോഴും സീതയുടെയും ബാലന്റെയും മനസ്സ് നീറി പുകഞ്ഞുകൊണ്ടേയിരുന്നു. ഒരുപാട് നന്നായിരുന്നു. ലോൺ തിരിച്ചടയ്ക്കാൻ 1 മാസത്തെ അവധി ലഭിച്ചെങ്കിലും കയ്യിൽ കാശുണ്ടായിരുന്നിട്ടും രവി തന്നെ സഹായിക്കാത്തതിൽ ബാലന്റെ മനം നൊന്തു. അനിയൻ കൊച്ചൻ കല്യാണത്തോടെ അങ്ങ് രക്ഷപ്പെട്ടു പോയല്ലേ. നിഗൂഢ ലക്ഷ്യങ്ങളുമായി വയലോരം വീട്ടിലെത്തിയ മതികല കുട്ടിമണിക്ക് ആഹാരത്തിനോടുള്ള അമിതമായ ആവേശം മുതലെടുത്ത് ബാലനെയും രവിയെയും ശത്രുക്കളാക്കാൻ ശ്രമിക്കുന്നു. ചപ്പാത്തി മിച്ചമെന്ന ചാറും വെച്ചാണോ വിശപ്പടക്കേണ്ടത്? മതികലയും മനസ്സിനുമായുള്ള ബന്ധം കുട്ടിമണി സുഭദ്രയ്ക്ക് കാണിച്ചു കൊടുക്കുകയും സുഭദ്ര മതികലയെ അടിക്കുകയും ചെയ്യുന്നു. മതികല തന്ത്രപൂർവ്വം കുറ്റം സുഭദ്രയിലേക്ക് വഴിമാറ്റുന്നു. സുഭദ്ര മാപ്പ് പറയണമെന്ന ആവശ്യവുമായി ജലജ വയലോരം വീട്ടിലെത്തും. തുടർന്ന് കാണുക. അമ്മേ, അമ്മ ആവശ്യമില്ലാത്ത പറയരുത്. അമ്മ പോവാൻ നോക്ക്. ഞാൻ പോവാം. അതിനു മുമ്പ് ഈ തള്ള മാപ്പ് പറയണം. പരസ്യമായിട്ട് ഇവിടെ വെച്ച് പറയണം. അയ്യോ, അതൊന്നും പറ്റത്തില്ല. അതൊന്നും നടക്കത്തുമില്ല. അപ്പച്ചമ്മ മാപ്പ് പറയാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. അയ്യോ, കുപ്പച്ചമ്മ എന്ന് പറയുമ്പോ അങ്ങ് തേനൊലിക്കുവാണല്ലോ. ഇവര് മാപ്പ് പറഞ്ഞില്ലെങ്കിലും ഞാനങ്ങ് പോവും. പക്ഷേ കൂടെ നിന്നെയും കൊണ്ടുപോവും. പിന്നെ നീ ഇങ്ങോട്ട് വരണോ, രവി മാണിക്യമംഗലത്തിന്റെ പടി കടക്കണോന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അമ്മേ, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്ക്. ഇതെന്റെ ഭാവിയുടെ പ്രശ്നമാണ്. രവിയേട്ടാ, രവി പറഞ്ഞു തന്നെ അടി സത്യം. മാണിക്യമംഗലവുമായുള്ള സംബന്ധം മുറിഞ്ഞാൽ വയലോരം വീട്ടിലെ രവി വട്ടപൂജ്യവാ. അത് രവിക്ക് നന്നായിട്ടറിയാം. എങ്ങനെയാ ശാരദാമ്മേ, ഞാൻ നിക്കണോ പോണോ? എന്തെങ്കിലും ചെയ്യൂ. കലമോളെ ഞാൻ ഇന്നലെ രാത്രി സംശയിച്ചതും തല്ലിയതും വലിയ തെറ്റായിപ്പോയി. കലമോളും അമ്മയും എന്നോട് ക്ഷമിക്കണം. ഈ അമ്മയുടെ ഒരു കാര്യം, ഇന്നലത്തെ സങ്കടത്തിന് ഞാനൊന്ന് ഇറങ്ങി വന്നു എന്ന് വെച്ച് ഞാൻ ഇനിയും ഇവിടെ തന്നെ അല്ലേ അമ്മേ ജീവിക്കേണ്ടത്? അതമ്മ മറന്നോ? നീ ഇവിടെ തന്നെ ജീവിച്ചാ മതി. നിന്നെ ആരും ഒരു ചുക്കും ചെയ്യത്തില്ല. വകുപ്പേ ഡൊമസ്റ്റിക് വയലൻസാ, ഗാർഹിക പീഡനം. അഴിയെണ്ണും കുടുംബത്തോടെ എല്ലാവരും. പെണ്ണെ, നിന്നോടും കൂടിയാ പറഞ്ഞേ, എന്തെങ്കിലും വെളച്ചിലെടുത്താ നിന്റെ ഉണ്ട കണ്ണു ഞാൻ. അയ്യോ, ഇതിനോടൊന്നും ഞാൻ പറയുന്നില്ല. അയ്യോ മോളെ, അമ്മ പോവാടി. നീ ധൈര്യമായിട്ടിരിക്കും മോളെ. ഇവിടെ നിന്നെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ആരും. കാപ്പി എടുക്കാം. കാപ്പിയോ? എനിക്കോ? അതാ തള്ളയ്ക്ക് കൊടുത്തേക്ക്. മാപ്പ് പറഞ്ഞതിന്റെ ക്ഷീണം കാണും അവർക്ക്. അമ്മ, ഒന്നും വിചാരിക്കല്ലേ അമ്മേ. എന്റെ അമ്മയുടെ സ്വഭാവം ഇങ്ങനാ. അമ്മയ്ക്ക് എന്നോട് വെറുപ്പൊന്നുമില്ലല്ലോ? ഏയ്, എന്റെ മോളിങ്ങ് വന്നല്ലോ.
സങ്കടപ്പെട്ടിരിക്കുകയാണോ? ആ, കുറച്ച് സങ്കടമുണ്ട്. എന്റെ അച്യുതൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആരുടെ മുമ്പിലും മാപ്പ് പറയേണ്ട ഗതികേടൊന്നും ഇല്ലായിരുന്നു. നാത്തൂൻ അതങ്ങ് മറന്നുകളാ. ആ സ്ത്രീയുടെ സ്വഭാവം അറിയത്തില്ലേ? കലമോള് പറഞ്ഞിട്ട് പോലും അവര് കേട്ടോ? എന്റെ കൊച്ചുമോളുടെ പ്രായമല്ലേ ഉള്ളു ശാരദ. അതിന് അവക്കൊരു കുഞ്ഞ് തല്ലു കൊടുത്തതിന്റെ പേരില് ഞാൻ ക്ഷമ ചോദിക്കുക എന്നൊക്കെ വച്ചാ. നാത്തൂന് കലമോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. കലമോൾക്കും അത് മനസ്സിലാവും. എന്നാ കലമോളുടെ അമ്മയ്ക്കത് മനസ്സിലാവണമെന്നുണ്ടോ? അവർക്കത് അറിയേണ്ട കാര്യവുമില്ല. അവരുടെ മകളെ നാത്തൂൻ തല്ലി, അതാണ് അവരുടെ പ്രശ്നം. അതെനിക്ക് പറ്റിയ ഒരു അബദ്ധമല്ലേ? ഓ, അത് ഇത്ര വലിയ പ്രശ്നമാക്കാനുണ്ടോ? നാത്തൂനെ, കലമോൾ ഇന്നലെ രാത്രി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ പ്രശ്നമായത്. അവരുടെ നോട്ടത്തിൽ അത് അവരുടെ മകളെ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടതുപോലായി. കലമോൾ എന്റെ പക്ഷം പിടിച്ച് സംസാരിച്ചിട്ടും രവി ഒരക്ഷരം എനിക്ക് വേണ്ടി പറഞ്ഞില്ലല്ലോ ശാരദ. അതാ വലിയ ദണ്ഡമായി പോയത്. രവിക്ക് അവന്റെ ഭാര്യയല്ലേ നാത്തൂനെ വലുത്? അവന്റെ ഭാര്യയെ തല്ലിയത് അവൻ സഹിക്കൂ? അതും കലമോൾ എന്തോ മോശം കാര്യം ചെയ്തു എന്നുള്ള അർത്ഥത്തില്. പിന്നെ അവന്റെ ഭാര്യയാണല്ലോ അവനെ പിച്ചത്, ഒക്കത്ത് വെച്ചോണ്ട് നടന്നതും ഒക്കെ. ഞാൻ പാളയെ കടത്തി കുളിപ്പിച്ച് കണ്ണെഴുതി പൊട്ടും തൊഴിച്ച് ഒക്കത്ത് വെച്ചോണ്ട് നടന്ന ചെക്കല. താടി മീശയൊക്കെ വെച്ചപ്പം അപ്പച്ചി അവൻ ആരുമല്ല. എന്റെ നാത്തൂനെ, അതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ? മനുഷ്യൻ വളരുന്നതനുസരിച്ച് പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാവണ്ടേ? അപ്പൊ പഴയ ബന്ധങ്ങളൊക്കെ ചെറുതായെന്ന് വരും. എനിക്കിത്തരം വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല ശാരദ. എന്നതാണേലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. പെണ്ണുങ്ങൾക്കൊന്നുകിൽ അപ്പൻ വേണം, അല്ലെങ്കിൽ ആമ്പറന്നോ വേണം, അല്ലെങ്കിൽ ആങ്ങള വേണം. ഈ 3 പേരും ഇല്ലാത്തവരോട് ആർക്കും എന്തും പറയാം. സീതയുടെ എന്താ ഇങ്ങനെ ആദ്യം കാണുന്ന മട്ടിൽ നോക്കുന്നത്? ഹോ, ചുമ്മാ ഓരോ കാഴ്ചയിലും നീ അങ്ങ് അത്ഭുതപ്പെടുത്തുക എന്നെ. അയ്യോ, എന്തൊരു പെണ്ണ കലമോളെ നീ! എന്തുമാത്രം പഠിച്ച കള്ളിയാ. അയ്യോ, കലമോള് ചുമ്മാ ഒച്ച വയ്ക്കാനൊന്നും നോക്കണ്ട. വെട്ടുപോത്തിന്റെ ഭാവത്തിൽ നിൽക്കുകയും വേണ്ട. പറയാനുള്ളതേ ഇന്ന് സീതേച്ചി അങ്ങ് പറയും. പ്രായം ചെന്നൊരു പാവ സ്ത്രീയുടെ കണ്ണീരാ ഇന്നീ വീട്ടിൽ വീണത്. നിന്റെ അമ്മയുടെ മുമ്പിൽ നീ അവരെ കൊണ്ട് മാപ്പ് പറയിച്ചല്ലടി, വൃത്തികെട്ടവളെ. സീതയുടെ ചുമ്മാ ചിരിച്ചോണ്ട് നിക്ക് കലമോളെ. നിന്റെ രവിയേട്ടനോട് ഇരിപ്പുണ്ട്. സീതയുടെ എന്തിനാ സീതയുടെ ഇങ്ങനെ സ്വന്തം ജീവിതം അപകടത്തിലാക്കുന്നത്? സീതയുടെ മണ്ടത്തരം കണ്ടിട്ട് എനിക്ക് ചിരി വന്നിട്ട് വയ്യ. ചിരിച്ചോടി അനിയത്തിക്കുട്ടി. ഇനിയും നിന്റെ ഇത്രയും ക്രൂരതകളെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാ കണ്ണി പൊടി വീണ നീ മനസ്സിനെ ഊതാൻ വിളിക്കത്തുള്ളടി. അവൻ ആരാടി? ഐ സ്പെഷ്യലിസ്റ്റോ? നിന്റെ കണ്ണിലല്ല പൊടി വീണിരിക്കുന്ന, ഇവിടുത്തെ പാവങ്ങളുടെ കണ്ണി നീ പൊടിയിട്ടിരിക്കുക. അടിച്ച് നിന്റെ കാരണം പുകയ്ക്കാ വേണ്ടത്. എന്താ സീതെടുത്തി നിങ്ങൾ ചേട്ടത്തി അനിയത്തി തമ്മിലൊരു രഹസ്യം?
നമ്മൾ പാവങ്ങൾക്ക് കേൾക്കാൻ പറ്റണാണോ? എന്റെ രവി, ഇത് പെണ്ണുങ്ങളുടെ കാര്യവാ, അല്ല അടുക്കളക്കാര്യവാ. ഞാൻ കലമോളോട് ചോദിക്കുവായിരുന്നേ, ഉച്ചയ്ക്ക് സാമ്പാർ വേണോ രസം വേണോന്ന്. രസം മതി ഏട്ടത്തി. ആ ശരി ശരി. രവിയുടെ ജീവിതമാണല്ലോ ഇപ്പൊ ഏറ്റവും വലിയ രസം. അല്ലേ കലമോളെ? പോട്ടെ. അപ്പച്ചിയമ്മേ, അപ്പച്ചിയമ്മയ്ക്ക് എന്നോട് പിണക്കമാണോ? അല്ല, ഞാൻ എന്തിനാ കൊച്ചെ നിന്നോട് പിണങ്ങുന്നത്? തെറ്റ് ചെയ്തത് ഞാനല്ലേ, ഞാൻ അതിന് മാപ്പും പറഞ്ഞു. ഇങ്ങനൊന്നും പറയല്ലേ അപ്പച്ചിയമ്മേ, എനിക്ക് കരച്ചിൽ വരും. എൻ്റെ അമ്മ പറഞ്ഞതിനൊക്കെ ഞാൻ അപ്പച്ചിയമ്മയോട് ക്ഷമ ചോദിക്കുക. ഞാൻ അമ്മയോട് ആവുന്നത് പറഞ്ഞതാ ഇവിടേക്ക് വരണ്ടെന്ന്. ഇവിടെ ഉണ്ടായ പ്രശ്നം പോലും ഞാനല്ല അപ്പച്ചിയമ്മ അമ്മയോട് പറഞ്ഞത്, രവിയേട്ടനാ. സാരമില്ല മോളെ, ഞാനൊരു പഴയ സ്ത്രീയല്ലേ, പഴയ കണ്ണല്ലേ, കാഴ്ചയിലൊരു അബദ്ധം പറ്റി. ഇനി അപ്പച്ചിയമ്മ ഒന്നും കാണത്തില്ല, ഒന്നും. ഇന്നലെ രാത്രി രവി പറഞ്ഞതുപോലെ കിട്ടുന്നത് എന്തെങ്കിലും കഴിച്ച് ഞാൻ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്നോളാം. പിന്നെ ചുരുളുന്നു. രവിയേട്ടൻ അങ്ങനെ പറഞ്ഞത് രവിയേട്ടന്റെ വിവരക്കേടെന്ന് ഞാൻ പറയും. പ്രായമുള്ളവര് വീടിന്റെ അകത്ത് കയറി ഒതുങ്ങിക്കൂടി ഇരിക്കുകയല്ല വേണ്ടത്, വിളക്ക് പോലെ ഉമ്മറത്തിരിക്കണം. അപ്പച്ചിയമ്മ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. എനിക്ക് ഈ വീട്ടിൽ ആരെയാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അപ്പച്ചിയമ്മയല്ലേ. ആ അപ്പച്ചിയമ്മ എന്നെ കുറ്റക്കാരിയെ കണ്ട എനിക്ക് സഹിക്കൂ? തല്ലുകൊണ്ട് ദേഹം വേദനിച്ചതൊന്നും അല്ല എനിക്ക് സങ്കടമായത്. എന്റെ അപ്പച്ചിയമ്മ എന്നെ സംശയിച്ചല്ലോ, ഒരു മോശം പെണ്ണായി കണ്ടല്ലോ. അത് ഓർത്തപ്പോ എനിക്ക് സഹിച്ചില്ല. മോളത് പിന്നെ പറയാതെ. അപ്പച്ചമ്മയ്ക്കൊരു അബദ്ധം പറ്റിയതാണ്. എന്റെ മോള് മോശമൊന്നുമല്ല. എന്റെ ഈശ്വര, ഞാൻ കാരണം എന്റെ പാവം അപ്പച്ചമ്മയ്ക്ക് സങ്കടമായല്ലോ. എന്നോട് ക്ഷമിക്കണേ അപ്പച്ചമ്മ, എന്നോട് പിണങ്ങല്ലേ. എന്റെ പൊന്നുമോളോട് അപ്പച്ചമ്മ പിണങ്ങോ? ഈ വീടിന്റെ വിളക്കല്ലോടി നീ. എന്റെ പൊന്നുമോക്ക് ഒത്തിരി നൊന്തു ഇന്നലെ അല്ലേ? സാരമില്ല അതൊന്നും. അപ്പച്ചമ്മ വിഷമിക്കണ്ട കേട്ടോ. സിജ, എന്തു പറ്റി കൈക്ക്? ചെറുതായിട്ടൊന്ന് ചതഞ്ഞതാ. അമ്മേ, എന്താ എന്താ സിജന്റെ കൈ നോക്കിയേ. അയ്യോ ഭഗവതി, ഇതെന്താ പറ്റിയേ? എന്ത് പറ്റിയതാ? എന്റെ അമ്മേ, നിങ്ങളിങ്ങനെ ബഹളം വെക്കുന്നത് പോലെ ഒന്നുമില്ല. വണ്ടിയുടെ ഡിക്കി ഡോർ വന്നടിച്ചതാ. ചതവേ ഉള്ളൂ, ചെറിയൊരു മുറിവ്. അത് പോരെ, കാലക്കേട് തന്നെ ഇത്. അയ്യോ, എന്റെ കുട്ടിമണി ഒന്നുമില്ല. ആശുപത്രി പോയില്ല സിജ? ടി എടുക്കണം. പോയി ബാലേട്ടാ, ഇഞ്ചക്ഷനും എടുത്തു. പേടിക്കാനൊന്നുമില്ലെന്നാ അവര് പറഞ്ഞേ. ഒന്നുമില്ല കുട്ടിമണി. ശരിക്കും ഡിക്കി ഡോറ് വീണതാണോ അതോ ആരെങ്കിലുമായിട്ട് വല്ല തല്ലിന് പോയോ? സത്യമായിട്ടും ഡോർ വീണതാ കലയിടത്തി. അല്ലെങ്കിലും ഞാൻ ആരോടും വഴക്കിനൊന്നും പോവില്ല. അല്ല, ടാക്സി സ്റ്റാൻഡ് അല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അമ്മേ, സിജന് കാപ്പി എടുത്തോണ്ടോ? ശരി. ആ, രവി ഇന്ന് വരത്തില്ല കലമോളെ? വരും. എന്താ ബാലേട്ടാ?
ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. മനുഷ്യ രണ്ടൂടെ ഇരുന്നേ ഇരിക്ക്. ഇതേ വലിയ ഉവാന്നോ? ഓ അപ്പൊ ഭയങ്കര വേന ധാരിച്ചു അല്ലേ? കുറച്ച്. എന്നാ ഞാൻ ഊതിട്ടെ മനുഷ്യന്. വേണ്ട കുട്ടു. എനിച്ചേ മനുഷ്യന് വേന എടുക്കുന്നതേ ഇഷ്ടല്ല. അയ്യോ, എന്റെ കുട്ടിമണി ഇങ്ങനെ ഊതിയ ഞാൻ പറന്നു പോകും കേട്ടോ. അയ്യോ പറഞ്ഞു. പിന്നെ ഈ കുട്ടിമണിക്ക് ആരുള്ളേ? ഞാനേ അപ്പഴേ പിന്നെ ഉണ്ടല്ലോ ഞാനുണ്ടല്ലോ പാത്തിച്ചാമേ മാറിനപ്പനോട് പാത്തിച്ചാമേ. അതെ പിന്നെ എനിക്കൊരു 50 ശരോ തരാലോ. എന്റെ മാറിനപ്പാ എന്റെ മനസ്സിന്റെ വേനൊക്കെ മാറ്റുന്നേ. മോങ്കിടിയും ഈ 50 പൈസ നാളെ തരാവേ. ഇനിയിപ്പോ ഉണ്ടല്ലോ ഈ വേണ്ടതാ പെട്ടെന്ന് പോവട്ടാ. ശരി. മനുഷ്യനെ ഇന്ന് എന്റെ കട്ടിലേ കിടന്നു. എന്റെ മെത്തേ കിടന്നാ മതിയേ. വേണ്ട. വേണം. അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ ഉപാവുള്ള കുട്ടികള് കട്ടില് പൊടച്ച് കിടക്കണമെന്ന്. മനുഷ്യൻ ഇവിടെ കിടക്ക, ഞാനേ പൊടപ്പിച്ചു തരാം. ഇല്ലെങ്കിൽ ഞാൻ കറിയവേ. നമോ ഈ മനുഷ്യനാണ് ഓരോ അനുചരണേ ഇല്ല. നമോ ഞാനൊന്ന് കിടക്കാൻ പറഞ്ഞിട്ടോട്ട് കേൾക്കുന്നില്ല. ഞാൻ ഇങ്ങനെ നല്ലോണം പൊടച്ച് അങ്ങ് കിടന്നാട്ടാ. ഇനി പാതിരാക്കാവിലെ ഏശി വന്നാലും കാണത്തില്ല. തുറക്കല്ലേ? എന്റെ മനസ്സിന്റെ സ്ഥലത്ത് ഇന്ന് ഞാനേ കിടക്കാനേ പോവാന്. ദൈവമേ ദേവി മാറിനപ്പൂപ്പാ മുകുര മുരുക കൃഷ്ണ അയ്യപ്പ ഭഗവതി ഗുരുവായൂരപ്പ എന്റെ മനുഷ്യന്റെ കൈയുടെ വേനത മാറ്റിനേ. എല്ലാവർക്കും ഇവിടെ വിശ്വസിച്ച് തരാമേ. ആരും പെനങ്ങല്ലേ. എന്റെ മനുഷ്യന്റെ കൈയുടെ ഉപാവ് മാറണേ. മരണ കേൾക്കുന്നുണ്ടോ? കുട്ടു 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 ചോറങ്ങണോ? അന്ന് കട്ടിൽ കയറി കിടക്കും. എനിക്ക് എന്റെ ഓർക്കും ഒരു കുട്ടു കുട്ടു നാത്തൂനെ. ആഹാ രാവിലെ തന്നെ ശാരദ അമ്പലത്തിൽ പോയിട്ട് വന്നു. നാത്തു മറന്നോ? കുട്ടിമണിയുടെ പിറന്നാൾ മാസമല്ലേ? വരുന്ന വെള്ളിയാഴ്ചയോ കൊച്ചിന്റെ നാള് വരുന്നത്. വരട്ടെ, അതിനിപ്പോ എന്നാ? ചെറുതായിട്ടെങ്കിലും ഒന്ന് ആഘോഷിക്കണ്ടേ നാത്തൂനെ? ഓ എന്നാത്തിന്? അല്ലെങ്കിൽ തന്നെ ആഘോഷത്തിനൊക്കെ പറ്റിയ സമയമാണല്ലോ ഇവിടെ. പുറമേ കാണുന്ന ചിരിയൊന്നും ഇവിടെ ആരുടെ മനസ്സിലില്ല ശാരദ.
ആദ്യം മനസ്സുകൾ തമ്മിൽ ഒരു ഒത്തൊരുമ ഉണ്ടാകട്ടെ. അത് കഴിഞ്ഞ് മതി ആഘോഷവും ഉല്ലാസവും ഒക്കെ. അത് മാത്രമാണോ? മനസ്സുജന് വയ്യാതിരിക്കുകയല്ലേ? എന്നാലും ഒരു പായസം വെച്ചിട്ടാണെങ്കിലും അവളുടെ പിറന്നാൾ ആഘോഷിക്കണം നാത്തൂനെ. അച്ചോട്ടനുണ്ടായിരുന്നപ്പോ ഒരാഴ്ച മുൻപേ അച്ചോട്ടൻ തുടങ്ങുമായിരുന്നു കുട്ടിമണിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ. അച്ഛനില്ലാതെ പോയതുകൊണ്ട് അതൊന്നും ഇല്ലാതായി പോയെന്ന് കുട്ടിമണിക്ക് തോന്നാൻ പാടില്ല നാത്തൂനെ. പെണ്ണിന് 10-24 വയസ്സായില്ലേ? ഇനി ഇപ്പൊ എന്നെ ആഘോഷിക്കാനാ? മക്കൾ എത്ര വളർന്നാലും അച്ഛനമ്മമാർക്ക് അവര് കുഞ്ഞുങ്ങളല്ലേ. തന്നെയല്ല കുട്ടിമണിയുടെ കാര്യത്തിൽ അവൾ ഇപ്പോഴും ഒരു 5 വയസ്സുകാരി തന്നെയല്ലേ. ആ നാത്തൂനറിയാമോ ഒരു കാര്യം? കുട്ടിമണിയുടെ പിറന്നാളിന്റെ കാര്യം ഞാനും വിട്ടുപോയതാ. വെളുപ്പിനെ ഞാൻ അച്ചോട്ടിനെ സ്വപ്നം കണ്ടു. അല്ല, നിന്റെ പൊട്ടിപ്പെണ്ണിനോട് പറഞ്ഞ് അവള് പല്ലേച്ച് തന്നേനല്ലോ. വേണമെങ്കിൽ അവള് കുളിപ്പിച്ച് തോർത്തി തന്നേനെ, അന്ന് ചെയ്ത പോലെ. നോക്കട്ടെ ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന്. മതി, വേദനിക്കുന്നു, പ്ലീസ്. നാത്തൂനറിയാമോ ഒരു കാര്യം? കുട്ടിമണിയുടെ പിറന്നാളിന്റെ കാര്യം ഞാനും വിട്ടുപോയതാ. വെളുപ്പിനെ ഞാൻ അച്ചോട്ടിനെ സ്വപ്നം കണ്ടു. എന്നിട്ട് എന്നതാ ശാരദ നീ കണ്ടത്? എന്നാ പറഞ്ഞ എന്റെ അച്യുതൻ? വെളുപ്പിനെ ശാരദ എന്നുള്ള വിളി ഞാൻ വ്യക്തമായി കേട്ടതാ നാത്തൂനെ. അച്ചോട്ടനിതാ കിണറിന്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് സ്വപ്നത്തില്. മൊത്തം നനഞ്ഞിട്ടുണ്ട്. തല തോർത്ത് അച്ചോട്ട പനി പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞു. മറുപടിയായിട്ട് അച്ചോട്ടനൊന്ന് ചിരിച്ചു. എന്നിട്ട് പറയാ, ഇനിയിപ്പൊ എന്തിനാടി അതൊക്കെ എന്ന്. പെട്ടെന്നൊരു കാര്യം പറയാൻ വേണ്ടി വന്നതന്ന്. നമ്മുടെ കൊച്ചിന്റെ പിറന്നാളല്ലിയോടി, നീ അതങ്ങ് മറന്നുപോയോന്ന് എന്നോട് ചോദിച്ചു നാത്തൂനെ. അടപ്രഥമൻ തന്നെ വെക്കണം, അച്ചൂട്ടിന് വേണം ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞു. പിന്നെ 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 കുട്ടിമണി സൂക്ഷിച്ചോളൂന്ന് പറഞ്ഞു നാത്തൂനെ. അതിനെന്തിനാ ശാരദ നീ കരയുന്നത്? അച്യുതനെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യമെങ്കിലും നിനക്കുണ്ടായില്ലേ? ഞാൻ എത്ര നാളുകൊണ്ട് കൊതിക്കുന്നതാ എന്റെ അച്യുതനെ ഒന്ന് കാണാൻ. അച്യുതൻ നിന്നോട് സ്വപ്നത്തിൽ എന്തു പറഞ്ഞോ അതുപോലെ നീ ചെയ്യണം. അടപ്രഥമൻ വെച്ച് അച്യുതനും കൊടുക്കണം. പെണ്ണിനെ രാവിലെ അമ്പലത്തിൽ കൊണ്ടുപോകണം. അവളുടെ പേരിൽ ഒരു മൃത്യുഞ്ജയ ഹോമം ചെയ്യണം. പിന്നെ അച്യുതന് വേണ്ടി ഒരു പിതൃപൂജയും ചെയ്യേ. നീ പറഞ്ഞതുപോലെ അച്യുതൻ ഇല്ലാത്തതിന്റെ ഒരു കുറവ് അവക്കുണ്ടായെന്ന് വേണ്ട. അയ്യോടാ, പാൽപ്പല്ല് തേക്കാൻ ബുദ്ധിമുട്ടുവാണോ എന്റെ കുഞ്ഞുവാവ? അല്ല, നിന്റെ പൊട്ടിപ്പെണ്ണിനോട് പറഞ്ഞ് അവള് പല്ലേച്ച് തന്നേനല്ലോ. വേണമെങ്കിൽ അവള് കുളിപ്പിച്ച് തോർത്തി തന്നേനെ, അന്ന് ചെയ്ത പോലെ. നോക്കട്ടെ ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന്. മതി, വേദനിക്കുന്നു, പ്ലീസ്. അപ്പോ സംഗതി ഒറിജിനലാ അല്ലേ? അതോ നീ വേദന അഭിനയിച്ചതാണോ? അല്ല, നീ നല്ല പഠിച്ച കള്ളനാണെന്ന് ഈ മതികലയ്ക്ക് അറിയാം.